റൂട്ടിൽ എത്ര എത്ര കാലമായി, എത്ര വർഷമായിട്ട് ഉണ്ട്? ഒരു വർഷമായിട്ട്. അപ്പൊ ഈ ഒരു റൂട്ടിലൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് വിവരിക്കാമോ? അതായത് വൈൽഡ് ആനിമൽസിനെ കുറിച്ചിട്ട്, ആന കാര്യങ്ങളൊക്കെ, കബാലയുടെ ഒക്കെ ആറാട്ടാണല്ലോ. പിന്നെ മയില്, കരിങ്കുരങ്ങ്, കാട്ടുപോത്ത്, കാട്ടുപോത്ത് തേയിലത്തോട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോ കണ്ടില്ല. അപ്പൊ ആനകളെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു റിയാക്ഷൻ? ആനകളെ കണ്ടു കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആക്കാൻ വേണ്ടി അവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ വെക്കാം. അപ്പൊ അവര് നമ്മളോട് ഒരു ശല്യം കാണിക്കില്ല. അത്രേ ഉള്ളൂ. അവർക്ക് ശല്യങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം. അപ്പൊ നമ്മളെ ഉപദ്രവിക്കില്ല, അവർ മാറി നിന്ന് തരും. അപ്പൊ നമ്മള് പന്തി വെക്കാം, മുന്നോട്ട് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും മുന്നോട്ട് കാണാം. ഈ കാണുന്ന പോസ്റ്റ് ഒക്കെ ഇടിച്ചു മറിച്ചിട്ടാണ് ആ വണ്ടി അവിടെ കിടക്കുന്നത്. ആൾക്ക് പരിക്കൊന്നുമില്ലാന്ന് തോന്നുന്നു. ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മൾ വാൽപ്പാറയിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് വന്ന വഴിയല്ല, മലക്കപ്പാറ വഴി ചാലക്കുടി, അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് നേരെ നാട്ടിലേക്ക് പോകുന്ന വഴി. നിങ്ങൾക്കറിയാം, മലക്കപ്പാറ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റൂട്ടാണ്. കുറച്ച് എന്താ പറയുക, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വൈൽഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റൂട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ പോകുന്നത്. എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് ആസ്വദിക്കാം. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, അടുത്ത ബസ്സിൽ വെച്ച് പിടിക്കാം. വാ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് തുടങ്ങാൻ കേട്ടോ. ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാൽപ്പാറയിലെ ഈ ഒരു റൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ മിക്ക ടൂറിസ്റ്റുകളും ഈ ഒരു റൂട്ട് കണ്ടിട്ടുണ്ടാവില്ല, വന്നിട്ടുണ്ടാവില്ല. മുകിൽ പന്നിമേട് എന്ന് പറയുന്ന ഒരു ബസ് റൂട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോഹരമായ കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഇടുങ്ങിയ റോഡാണ്, വീതി കുറഞ്ഞ ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വലിയ വാഹനങ്ങൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനായിട്ട് റിവേഴ്സൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യാറില്ല. മലക്കപ്പാറയ്ക്ക് പോകുന്ന ഒരു റൂട്ടാണ് വാൽപ്പാറയിൽ നിന്നും. ആ ഒരു റൂട്ടാണ് നമ്മളിപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു അഡ്വഞ്ചർ പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബസ്സിൽ ഫ്രണ്ടിൽ സൈഡിലാണ് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇടുങ്ങി പിടിച്ച റോഡുകൾ, ഡ്രൈവർ ഓരോ ബെൻഡും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് നെഞ്ചിൽ തീയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ യാത്ര മുന്നോട്ട് പോകാം, പോയിക്കിട്ടേ ഇരിக்கலாம். വാ. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മലക്കപ്പാറ കേരള തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്. ഇനി ആ ബസ് ഈ വഴിയാണ് പോയിട്ടുള്ളത്. അതായത് ഷോളയാർ ഡാമിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ്. മുകിൽ പന്നിമേട് എന്ന് പറയുന്ന ഒരു റൂട്ടാണ് കേട്ടോ ആ ബസ്. അപ്പോൾ ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ വരുന്നത്. ചെക്ക് പോസ്റ്റും കാര്യങ്ങളും തമിഴ്നാടിൻ്റെ ഇവിടെ വരുന്നുണ്ട്. കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് മുന്നോട്ട് കാണാം നമുക്ക്. എന്തായാലും നമ്മൾ ബസ് വരാനായിട്ട് 1 മണിക്കൂർ ലാഗ് ഉണ്ട്. വേറെ ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതായിട്ട് വരും. നോക്കട്ടെ, ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 2-2.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ചാലക്കുടിക്കുള്ള ബസ്സാണ്, KSRTC ആണ്. നമ്മളെന്തായാലും കയറാൻ പോവുകയാണ്. ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തിയിട്ടിട്ട് ആളെ കയറ്റിയിട്ട് പോകുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഏതൊരു സ്ഥലത്ത് സ്റ്റോപ്പ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ബസ്സിൽ കയറാം. സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലിയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ വന്നിട്ടുള്ളൂ ബസ്. സമയം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. 3:45 നമ്മുടെ ഈ ഒരു ബസ് എടുക്കുന്നത്. ചാലക്കുടിയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതിനിടയിൽ വെച്ചിട്ട് ഒരു സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ ആനയൊക്കെ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് നോക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ആന ഉണ്ടായിരുന്നില്ല റോട്ടിൽ? തിരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം അഭിമാനമായ KSRTCയിൽ മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടി വരെ പോകുന്ന ഈ ഒരു യാത്ര ഇവിടെ കൊണ്ട് ആരംഭിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് തമിഴ്നാടിൻ്റെ മനോഹരമായ കാഴ്ചകളായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ മനോഹരമായ മലനിരകളും ചായത്തോട്ടങ്ങളും. റോഡ് കുറച്ച് അലമ്പാണെന്നുള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് അത്. അപ്പോൾ ഇതാണ് ഗൈസ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇനി അങ്ങോട്ടുള്ള യാത്ര എന്നൊക്കെ പറയുന്നത്
ആനകളും കടുവകളും കരടികളും കാട്ടുപോത്തുകളും അരങ്ങേറി ആറാടുന്ന ഒരു മേടുകളിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷെ നമ്മൾ പോകുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ 4, 5, 6 ഈ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ്. ഏകദേശം ഇരുട്ടാവുന്നതിന് മുന്നേ നമ്മൾ കാടിറങ്ങും ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നും മലക്കപ്പാറയിൽ നിന്നും ഏകദേശം 90 കിലോമീറ്ററോളമാണ് വരുന്നത് ദൂരം. പക്ഷേ 90 കിലോമീറ്റർ നോക്കണ്ട, കൊടും കാട്ടിനുള്ളിലൂടെയാണ്, പിന്നെ വീതി കുറവാണ്. അതുകൊണ്ട് തന്നെ ബസ് മെല്ലെയാണ് പോകുന്നത്. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബസ് മെല്ലെയാണ് പോകുന്നത്. ഏകദേശം 4 മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മൾ അവിടെ എത്താൻ പോകുന്നത്. ഒന്നങ്ങോട്ട് നോക്കിയ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. നിരയായിട്ട് മലനിരകൾ ഇങ്ങനെ കൊടും കാടിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന നിൽപ്പ് കാണാൻ പൊന്നോ. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി പഞ്ചായത്തിലെ ഒരു വനം പ്രദേശമായ മലക്കപ്പാറയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കൊടും കാടിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭീതി വരുത്തുന്ന ആ ഒരു കൊടും കാടിൻ്റെ ആ ഒരു ഇരുട്ട്, ആ ഒരു ക്ലൈമറ്റിലൂടെ അങ്ങനെ പോകുമ്പോഴുള്ള കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഭീകരാന്തരീക്ഷം ആനയെ വരവേൽക്കാനായിട്ട്. ഇവിടെ ഫോറസ്റ്റ് ഒരു വണ്ടിയൊക്കെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. എന്തോ ആക്സിഡൻ്റ് എന്തോ നടന്നിട്ടുണ്ട്, പോയി നോക്കാം. കാറും മറിഞ്ഞിട്ടാണുള്ളത്. എടുത്താലോ, നമ്മളെ കൂടെ വന്നേ നാളാട്ടാ. ഇവിടെ ഫുള്ള് സീനാണ്. വണ്ടി ഇവിടുന്ന് ഇങ്ങനെ എത്രത്തോളം റോങ് സൈഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇടിച്ചിക്കല്ല, കയറി വേറൊരു വണ്ടിയിൽ ഇടിച്ചിക്കല്ല, നമ്മളെ ബസ് എടുക്കുകയാണ്. നമ്മളെ ബസ്സിനെ വിടാനുള്ള പരിപാടിയാണ്. ആ വണ്ടി അങ്ങനെ കയറി പോയിക്കാണ്. ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലത്തും കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പണി കിട്ടും. ചാർപ്പ വെള്ളച്ചാട്ടം. മതി പോട്ടെ. അപ്പോൾ വണ്ടി കാലിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങ് ദൂരെ കാണുന്ന വാട്ടർഫാൾസ് ആണ് കേട്ടോ, അതിരപ്പള്ളി വാട്ടർഫാൾസ്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെന്തായാലും ഈ ഒരു യാത്രയിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണാനും അറിയാനൊന്നും നിൽക്കുന്നില്ല. അതിനായിട്ട് മറ്റൊരു ദിവസം നമ്മൾ കണ്ടെത്തുന്നതാണ്. നമ്മൾ എന്തായാലും മുന്നോട്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടി അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ഗ്യാപ്പ് ഉണ്ട്. ടോയ്ലറ്റിലോ കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടവർക്ക് പോയിട്ട് വരാം. ചായയൊക്കെ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ടാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. ഞാനിവിടെ ഒന്ന് മുള്ളാൻ വേണ്ടി വന്നതാണ് ഗൈസ്. എന്തായാലും ഇനി തിരിച്ച് കയറി പോവാം. ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ഭയങ്കരമാണ് ഫോറസ്റ്റ്. ഈ ഒരു പരിസരത്ത് ഒരുപാട് കുരങ്ങന്മാരുണ്ടാവും. ഇതാ ഒരാൾ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ആനനെയൊക്കെ കണ്ടു, ആനനെയും കാട്ടുപോത്തിനെയൊക്കെ കണ്ടു. പക്ഷെ അത് ഒരുപാട് ദൂരെയാണ് കണ്ടത്. പിന്നെ ഒരു മിന്നായം പോലെ കണ്ടിട്ട് പോകാമെന്നല്ലാതെ നമുക്കത് പകർത്താനൊന്നും കഴിഞ്ഞില്ല, കാരണം ബസ്സിലാണല്ലോ. നമ്മുടെ ബസ് എന്തായാലും അവിടെ വെയിറ്റിങ്ങിലാണല്ലോ. 10 മിനിറ്റ് ഗ്യാപ്പ് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം തന്നെ 5 മിനിറ്റ് കഴിഞ്ഞു. ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴേ ഇടത്തെ ഭാഗത്ത് കാണുന്ന തെങ്ങ് പോലുള്ള കുറേ മരങ്ങൾ കണ്ടോ? അതെന്താണെന്ന് പലരുടെയും ഒരു സംശയമായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എണ്ണപ്പനകളാണ് കേട്ടോ. അതായത് പാം ഓയിൽ എടുക്കുന്ന എണ്ണപ്പനകൾ. അതിൻ്റെ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട്, ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട്, ഇത്രയൊക്കെ പകർത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് മാത്രമല്ല ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്.
ഈ ഒരു യാത്ര കൂടിയാണ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്ന് വീണ്ടും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പിന്നെ കൂടുതലായിട്ടും പറയാനില്ല. നഷ്ടങ്ങളൊന്നും ഇല്ലാതെ കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നൈസായിട്ട് കൂടിക്കൊള്ളുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം കൂടെ ഇങ്ങനെ അടിച്ച് പൊളിച്ചോളുക. ഇതിൽ നല്ല അടിപൊളി കിട്ടുക്കാച്ചി വീഡിയോസുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ പിന്നെ അതുവരേക്ക് ബൈ ബൈ.